കുഞ്ഞ് അയൺ ബോക്സ് ആണ്. ഇത് വേണോ? ഒരു പറയുന്നുണ്ട് അറിയോ, ഇത് ഒരു അയൺ ബോക്സ് ആണെന്നാ പറയണേ. ചെയ്ത് കാണിച്ചു തരാന്നാ പറയണേ. ആ അയൺ ചെയ്ത് കാണിച്ചു തരാന്നാ പറയണേ. ആ ഓക്കെ ഓക്കെ, ചളിയാക്കി കാണിച്ചു തരാം. ഓക്കെ ആ ആ Attach the brush, madam, with up position. And then do the dry clean, madam. No need to send to the laundry, madam. By yourself. ചളി ഫുള്ള് പോയി അതിൻ്റെ. Sanitize, disinfects also. If we do the ironing like this, but if we do this off. Wow. Madam. How much? Madam, we have an offer. 390 with free one of this box. This box? Yes. Hair straightener, madam. This one. And this one, traveling hook. Okay. If you go for travel. This one. ഇതിങ്ങനെ കുത്തി വെച്ചിട്ട് നമുക്ക് അത് ചെയ്യാനാ പറയണേ. എന്താ? Then ഓക്കെ ഓക്കെ ഓക്കെ, ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ. ഓക്കെ ഓക്കെ. Then removable also. ഇതാണ് അയൺ ബോക്സ്. ഉണ്ടോ അയൺ ബോക്സ് പറഞ്ഞാൽ? For dark colors, some white particles, remove the plastic, then roll. It will stick to the ruler. And then pouch. If you go for travel, you can bring this one. Okay. This one is made of canvas. Okay, okay. And here's our available colors, madam, in the front. You can choose. 5 years of guarantee, madam. 350. 390. 390. Yes. ഓക്കെ, ഐ വിൽ കം. ഞാൻ അവളോട് പറഞ്ഞത് എനിക്ക് ചാനലിലിടാനാണ്. ഫുള്ള് സെറ്റ് ചെയ്ത് തിന്നതാണ്. ഇവിടെ എത്ര ഓഫർ? അയ്യോ പോയോ? 50 ഓഫർ എന്ന് അവർ പറയും. പക്ഷേ 50 ഓഫറൊക്കെ കണക്ക് തന്നെ ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താ റേറ്റ്. കാണാനൊന്നും അത്ര പോരാ, പക്ഷെ ഇവിടെ ഭയങ്കര വൃത്തിയാണ്. 50 ഓഫർ എന്ന് പറഞ്ഞില്ലേ? 50 ഓഫർ. ഇതൊക്കെ ഇതിൻ്റെ റേറ്റ് നോക്ക്. അതായത് 500 ദിർഹത്തിന് 350 ദിർഹം. ഓക്കെ, നമ്മുടെ നാട്ടിൽ ഇതിന് എത്രയാണ്? 500 റുപ്പീസ് അല്ലെങ്കിൽ 1000 റുപ്പീസ് കൊടുത്താൽ കിട്ടൂലേ? അതാണ്. അപ്പം നമുക്ക് നാട്ടിൽ നിന്ന് വാങ്ങുന്നതല്ലേ ഉചിതം. ഒക്കെ ഭയങ്കര ഓഫാണ് കണ്ടോ. ഇതിനിപ്പോൾ നാട്ടിലത്തെ ഒരു 10,000 റുപ്യ അതിനുള്ള മുതലുണ്ടോ? ഈ മലയാളികൾ ഇങ്ങനെ തന്നെയാണ്. ശാലും ലിയമോളും കൂടി പോവുകയാണ്. എന്ത് വാങ്ങിക്കാനാണാവോ? ഓടിക്കൊളി. നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടി പേർച്ചേസ് ചെയ്യാൻ ഇറങ്ങിയതാണ്. പക്ഷെ എനിക്കൊരു ഐഡിയ ഇല്ല ഇപ്പോൾ എന്ത് വാങ്ങിക്കും എന്നുള്ളത്. ഇത് കുഴപ്പമില്ല, പക്ഷേ എന്നാലും പോരാ. ഇതെങ്ങനെയുണ്ട്? ഇത് വാങ്ങിക്കണോ? കുഴപ്പമില്ല അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് കാല് എന്തോ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വരികയാണ്. എന്തായാലും കണ്ടു നോക്കാം. തലയിൽ ഇതും വെച്ച് പോകുന്നത് എന്തിനാന്ന്. ഇനി ഇറങ്ങാൻ പോകുന്ന ഒരു കാറിൻ്റെ മോഡലാണ്. കണ്ടോളി, ഏതാ സെറ്റപ്പ് കാറാട്ടോ. ഇതിൻ്റെ ഡോർ എങ്ങനെയാ തുറക്കുക? ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഈ ടെസ്ലൻ്റെ പുതിയ ഒരു മോഡലുണ്ട് അപ്പുറത്ത്, ഞാൻ കാണിച്ചു തരാം. ഓ മൈ ഗോഡ്, ഇത് കണ്ടോ കാറ്? ഏതാ സെറ്റപ്പ്. ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ വല്ലാണ്ട് അഹങ്കാരം കൂടി പോകുന്നൊരു പേടി. ഏതാ സെറ്റപ്പില്ലേ? ഷാലുട്ടോ വാങ്ങാൻ തന്നെ
എന്താ ഹൈറ്റ് ടയറൊക്കെ. പേര് പറഞ്ഞ ടെസ്ല സൈബർ ട്രക്ക്. ഓ ട്രക്കാണോ, കാറല്ലേ? ഈ ലെവൻ എന്താ ചെയ്യണേ? ഓ തുടക്കാണ് പാവം. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിങ്ങളോട് കാണിക്കാനുള്ളത്. ഞങ്ങളിങ്ങനെ സാധനമായി പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്, അപ്പോൾ കണ്ടതാണ്. നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു, ഒന്ന് എടുത്തേ എന്നേ ഉള്ളൂ. ഇതാണിത് സംഭവം. ഓക്കെ, 15 മിനിറ്റിൽ 206 കിലോമീറ്റർ വരെ ചാർജിങ് സ്പീഡ് ഉണ്ട്. ഓ ഓക്കെ. ഇവിടെ ഫുള്ള് അറബികൾ വരുന്ന ഏരിയയാണ്. മറാത്തികൾ. ഈ മാളിൻ്റെ പേരെന്താ? യാസ് മാൾ. ഇതാണ് യാസ് മാൾ, അബുദാബി. ഇവരിതും കൊണ്ട് വന്നില്ലേതാ, ഇങ്ങനെ കളിക്കാനാ തോന്നുന്നു വന്ന്. റബ്ബേ, ചൂടെടുക്കൂല ഇവർക്ക്. ഓ ഗോഡ്. അതിൻ്റെ ഉള്ളിൽ കൂടി കണ്ണാണ് കേട്ടോ, ഇത് വെറുതെ അല്ല. പെരുന്നാളായിട്ട് പരിപാടിയാണ് ഇവിടെ. ഇനി നമുക്ക് സാറയിലൊന്ന് പോയി നോക്കിയാലോ. സാറ ഓക്കെ, സാറയിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. യെസ്, തേടിയ വള്ളി കാലിൽ ചുറ്റി. ഇത് തന്നെയാണ് ഞാൻ തപ്പി നടക്കുന്നത്. ഇങ്ങനൊരു കോമ്പോ കുഴപ്പമില്ലല്ലേ. മോള് വന്ന് നോക്കിയത് ഇതെങ്ങനെയുണ്ട്? ഫുൾ ഫ്ലവേഴ്സ്. ഇതെടുക്കാൻ പറ്റുമോ? വാവ്, ഇതിനാകെ 179 ദിർഹം, ഒരു 4000 റുപ്യ. പക്ഷെ അതിനുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അങ്ങനെ ലിയമോക്കൊരു ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്. ഇത് ഒറിജിനലാണ്, പക്ഷേ ഇതിന് തീരെ വെയിൽ തട്ടാഞ്ഞിട്ട് ഈ ലൈറ്റിൻ്റെ വെയിലൊന്നും പറ്റില്ല. വലിയ മരമല്ലേ, ഇലകളൊക്കെ കൊഴിഞ്ഞ് സങ്കടം അറിയിച്ചിരിക്കുന്നു ഗായ്സ്. ഓ, ഇപ്പോൾ ഇതിൽ നിന്ന് ഡ്രസ്സ് വേണ്ടെന്നാണ് ലിയമോൾ അറിയിച്ചിരിക്കുന്നത്. പ്രകാരം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. നമുക്ക് ഇതിന്ന് വാങ്ങിക്കണില്ല, അപ്പോൾ നിർത്തിയെന്നാണ് പറഞ്ഞത്. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, മുന്നൊക്കെ വാങ്ങലുണ്ട്, അത് പ്രകാരം കയറിയതായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ വാങ്ങിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം ഞങ്ങളിങ്ങനെ ഇറങ്ങി പോട്ടെ. ഇഷ്ടമില്ലാതെ പിന്നെ എന്തിനാണ് വാങ്ങിക്കുന്നത്? അപ്പം ഞങ്ങൾ പോയിട്ട് വേറെ ഏതെങ്കിലും ബ്രാൻഡ് ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കട്ടെ. നമുക്ക് ഇവിടുന്ന് ഇറങ്ങല്ലേ ഇവിടുന്ന്. ഓക്കെ, ഞങ്ങൾ നെക്സ്റ്റ് ഷോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ സാറ് താല്പര്യമില്ല എന്നാണ് പറയുന്നത്. താല്പര്യമില്ലേ നോക്കരുത്. ടാറ്റാ. എല്ലാവരും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്തോളി. കൂപ്പൺ ഉണ്ട്, അടിച്ചു കഴിഞ്ഞാൽ ഈ കാറ് കിട്ടുക. 2 കാറ് വെച്ചിട്ടുണ്ട്. ഒന്ന് ഇത്, ഒന്ന് ഇത്. എല്ലാവരും വന്ന് തുറന്നു നോക്കുകയാണ് കൂപ്പൺ അടിക്കുക വിചാരിച്ചിട്ട്. ഒരു ബ്ലാക്ക് ടീ. ഇതിപ്പോൾ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് പ്രത്യേകത ഒന്നുമില്ല. ഒരു കാറിൻ്റെ ഉള്ളിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഉണ്ടല്ലേ, കാറിൻ്റെ ബോണറ്റ് തുറന്ന് വെച്ചാണ്. ഈ ഷോപ്പ് വരുന്നത് കാറിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ഫ്രിഡ്ജും വാട്ടറും വാട്ടർ അങ്ങനെയാണ് പറയാൻ പറഞ്ഞത്. ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കാറിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ഡിക്ക്. വാവ്, ഓ മൈ ഗോഡ്. ആരത് ഓടാൻ നിൽക്കുന്നത്? ഓടിക്കഴിഞ്ഞാൽ മുന്നിലെത്തും വിചാരിച്ചിട്ടായിരിക്കും. അങ്ങനെ നമ്മൾ അണ്ടർ ആർമറിൻ്റെ ഷോപ്പെത്തി. ഇവിടെ ഒരു ക്യാപ്പ് നോക്കാൻ വേണ്ടി വരികയാണ്. നോക്കട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിക്കണം എന്നാണ്
ഓഫറൊന്നുമില്ല, എന്നാലും നോക്കട്ടെ ഗൈസ്. ബ്ലാക്ക് ഇല്ല, ഇതെന്താ ബ്ലാക്ക് വരാത്തത്? എത്ര നോക്കട്ടെ. 99 നോർമൽ പ്രൈസ്, ഇപ്പോൾ ഓഫറിൽ 16 ദിർഹാണ് ഗൈസ്. ഇതിന് 16 ദിർഹം എന്ന് പറയുമ്പോൾ പിന്നെതാ അവിടെ ഇങ്ങനെ കളിക്കാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കി. ടോയ്സ് നോക്കാൻ ശ്രദ്ധക്കാണ് ടോയ്സ് ഇങ്ങനെ വരുന്നുണ്ട്. ഇതെന്താ നമ്പർ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് അറിയാം. ഇത് 1587. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് ആണ്. എത്ര പ്രൈസ്? 350 ദിർഹംസ്. ഏതിനാണ്? ഓ, നമുക്ക് ദിർഹംസൊക്കെ അറിയണമെങ്കിൽ ഇതാ ഇവിടെ ഞാൻ നെക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതാ അവിടെ അതിൻ്റെ എത്ര റേറ്റ് എന്താല്ലേ അതിൻ്റെ റേറ്റ് കിട്ടും. നമുക്ക് വാങ്ങിക്കണമെങ്കിൽ ഇതിലടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു നമ്പർ കണ്ടില്ലേ, ആ നമ്പർ ഇവിടെ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രൈസ് അറിയാം. എങ്ങനെയുണ്ട്? ഇതൊന്നും ഇന്ത്യക്കാരെ സംഭവങ്ങളല്ല, അതുകൊണ്ട് തന്നെ ജസ്റ്റ് കാണാൻ പറ്റുള്ളൂ, വാങ്ങിക്കാൻ പറ്റില്ല. മിഠായിയാണിത്. എന്ത് മിഠായിയാണ്? യെസ്, പുള്ളി ചോദിക്കുന്നുണ്ട്, പക്ഷേ എനിക്കൊന്നും വേണ്ടത്. ഭയങ്കര മധുരമാണ്, ഓവർ മധുരം. ഇതൊന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ഞാൻ എന്തെങ്കിലും എടുക്കുക വിചാരിച്ചിട്ടാണ് അങ്ങനെ നോക്കണം. ഓക്കെ, നോട്ട് അലൗഡ്. ഇത് ഓക്കെ, എനിക്ക് എടുക്കാനുള്ളതൊക്കെ എടുത്തു കഴിഞ്ഞല്ലോ. ഇതെന്ത് മെഷീനാ ഷാ? പെർഫ്യൂമിൻ്റെ മെഷീന് മക്കളെ. ഇതൊക്കെ 49 ദിർഹംസ്. അതിൻ്റെ ദിർഹംസും കാണിക്കും. നമ്മൾ ദിർഹം അടിച്ചു കഴിഞ്ഞാൽ ഇതവിടെ പേയ്മെൻറ്റ് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ കാർഡ് ടാപ്പ് ചെയ്യാൻ പൈസ അടിക്കാം. അപ്പോൾ ഒരു കുപ്പിയിൽ പെർഫ്യൂം ഇവിടെ താഴെ വരും. എന്തായാലും ബാക്കടിച്ചാ നമുക്കിവിടെ കാണിക്കും. പക്ഷെ എനിക്ക് പറ്റിയതിൽ ഏതും ഇല്ലാത്ത കാരണമായിട്ടാണ് ഞാൻ എടുക്കാത്തത്. പെർഫ്യൂം ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇവിടെ കാണിക്കും. നമുക്ക് എന്തൊക്കെ വേണമെന്നുള്ള ഇതിൽ കാണിക്കും. അവിടെ അതിൻ്റെ ടെസ്റ്റേഴ്സ് ഉണ്ട്, നമുക്ക് സ്മെല്ല് സാമ്പിൾ നോക്കാം. ആണോ? അത് വാങ്ങിക്കുമ്പോഴാണ് ടെസ്റ്റ് വരിക? അല്ല, വാങ്ങിക്കുമ്പോൾ സ്മെല്ല് എങ്ങനെ നോക്കാൻ. അങ്ങനല്ലേ, സ്മെല്ല് നോക്കിയിട്ട് വാങ്ങിക്കും. ഇപ്പം എന്താ പറയുക, പെരുന്നാളായിട്ട് നല്ല തിരക്കല്ല. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്മെല്ല് നോക്കാൻ വരും, പക്ഷെ തീർന്നിട്ടുണ്ട്. നോക്കി നമുക്കിനിപ്പോൾ ഷോപ്പിംഗ് ഒന്നും ഉണ്ടാവില്ല, ഇങ്ങനെ തന്നെ ആയിരിക്കും ഫുള്ള് ഉണ്ടാവുക. ഏത് സെറ്റപ്പില്ലേ, ഓ മൈ ഗോഡ്. പിന്നെ നമ്മളെ ഫേവറേറ്റാണ് സ്റ്റാർബക്സ്. ഇതിപ്പോൾ ഞങ്ങൾ വന്നിരിക്കണത് ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല, ലഞ്ച് കഴിച്ചിട്ട് വേണം ഇവിടെ വരാൻ. നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് തന്നെയാണ് ഇവിടെ വന്നിട്ട് സ്റ്റാർബക്സ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ, പറഞ്ഞേ ഉള്ളൂ. ഓ, ഇതെന്താണെന്നറിയൂലേ? അവിടെ എന്താണെന്നറിയൂല, ഒന്ന് പോയി നോക്കാം. ഇത് വരുന്നത് ഫെറാറി വേൾഡ്. ഇതാണ് സ്കൈ ഡൈവ്. ഇതിൽ പോയി കഴിഞ്ഞാൽ സ്കൈ ഡൈവിന് പോവാം. ഇൻഡോർ സ്കൈ ഡൈവിംഗ്, നമ്മൾ ഹെലികോപ്റ്ററിന് ചാടല്ല, ഇൻഡോർ ആയിട്ടാണ്. അതാണ് പ്രശ്നം. ഞാൻ വിചാരിച്ചു ശരിക്കും ഒരു ഒട്ടകത്തിൻ്റെ അടുത്ത് ആൾ നിൽക്കുക അല്ലായിരുന്നു. ഇതാ ലാൻഡ് റോവർ ഞാൻ അന്ന് പറഞ്ഞില്ലേ 150 വർഷം പഴക്കമുള്ള. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞാൻ തെറ്റായ മെസ്സേജ് തന്നാന്ന്. നിങ്ങൾ പറയൂലല്ലോ. ഇതാ 150 വർഷം പഴക്കമുള്ള ലാൻഡ് റോവർ. ഓക്കെ, ഇത് ഇവരുതായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇതിവിടെ വെച്ചിരിക്കാം. ഫെറാറി വേൾഡ്.
ഇതിൻ്റെ ഉള്ളിൽ പോകാനൊന്നും സമയമില്ല. ഞാൻ ലിയമോളെ പിക്കെടുക്കാൻ കൊണ്ടുവന്നാണ്. മോളെ ഇതിന് മുന്നിൽ നിർത്തിയിട്ടൊരു പിക്കെടുത്താൽ എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ. പൊളിക്കൂലേ? ശരി, എന്നാലും ഓനവിടെ വന്നിരുന്നു. ഇനി എങ്ങനെ എടുക്കും? നിങ്ങൾ രണ്ടാളും ഇവിടെ വന്നിരിക്കി, ഒരു പിക്കെടുക്കട്ടെ. ഷാ ഇവിടെ വന്നിരിക്കി. ഏത് കളർഫുൾ കളേഴ്സ് ഉണ്ടല്ലോ, കളേഴ്സ്. ഇതെന്താ അത്? അങ്ങനെ നമ്മൾ ഫെറാറി വേൾഡിൻ്റെ ഉള്ളിലേക്ക് കയറുവാൻ ടിക്കറ്റ് എങ്ങനെ നോക്കുവാൻ വന്നതാണ് ഗൈസ്. അതെ ഗൈസ്, എനിക്ക് ഒരു മടിയുണ്ട് വരാൻ. ഓൾറെഡി ടയേർഡാണ്. ഇപ്പം അതിലേക്ക് പോകാനുള്ളൊരു മൂഡ് ഇല്ല. എമിറാത്തി കുട്ടികളുണ്ടല്ലേ, ഒരു ഫുൾ ആക്റ്റീവായിരിക്കും എപ്പോഴും. എമിറാത്തി കുട്ടികളുണ്ട് ഇവിടെ കുറേ. ഈ അബുദാബിയിൽ കുറേ എമിറാത്തികളെ കാണാം. ദുബായ് പോലല്ല. ഇതൊക്കെ ഇവിടെ ഒന്ന് നോക്കാനേ പറ്റുള്ളൂ, ഒന്നും ഉള്ളിൽ കയറാൻ സമ്മതിക്കൂല. ഇങ്ങനെ വേണമെങ്കിൽ കാണാം. ഓക്കെ, ആ ഫോട്ടോ എടുക്കാനാണത്. ഇവിടെ ഇങ്ങനെ ഇതൊക്കെയാണ് ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ കയറണോ കയറണ്ടെന്ന് ആലോചിക്കുകയാണ്. ഒരു ലോകമാട്ടോ, നടക്കാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അത് ഞങ്ങളിങ്ങനെ ഫുഡ് കഴിക്കാനും, ഇവിടെയൊക്കെ അറബി ഫുഡായതുകൊണ്ടൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. അതിൽ അറബി ഫുഡിൽ എരിവ്, പുളി, ഉപ്പ് മുതലായകളൊന്നും ഉണ്ടാവില്ല. ഒന്നും ഇല്ലാത്തായിരിക്കും ഉണ്ടാവുക. 2-3 പ്രാവശ്യം വാങ്ങി കഴിച്ച് കുടുങ്ങിയതാണ്. അതൊക്കെ ഉള്ളത് എന്തുണ്ടോയെന്ന് ഞങ്ങളിങ്ങനെ തപ്പി ഇറങ്ങുകയാണ്. ഉണ്ടോ നോക്കട്ടെ. നൈക്കിൻ്റെ ഷോറൂമിൽ വന്നതാണ്. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ ശരിയാവില്ല. ഫുഡ് കഴിഞ്ഞ് കഴിച്ചേച്ചും വരാം. ഈ ബ്രാൻഡ് ഇതാ ഷാർലി. ഈ ബ്രാൻഡാണ് ആലബട്ട് യൂസ് ചെയ്യുക. നമ്മൾ എന്താക്കണമല്ലോ അതിന് ഓരെന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യട്ടെ എന്ന്. നമ്മളത് യൂസ് ചെയ്യാൻ ഞാൻ പോരെ. ഇത് കണ്ടില്ലേ, വാഷ്റൂമാണ് കേട്ടോ. ഏത് മെയിൽ അതിലുണ്ടെങ്കിൽ ഡൈപ്പർ, അതായത് പമ്പേഴ്സ് മാറ്റി കൊടുക്കാൻ ഉള്ളത് കൊടുത്തണ്. മുന്നൊക്കെ ലേഡീസിന് മാത്രമല്ല കൊടുക്കലേ. ഇപ്പോൾ പറഞ്ഞു വരുന്നത് ലേഡീസും ജെൻസും ഒരേപോലെ ആയി. അതിൽ പെണ്ണുങ്ങളും ആണുങ്ങളും പമ്പേഴ്സ് ഡൈപ്പർ മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞ മക്കളെ. അതിന് വേണ്ടിയിട്ടുള്ള പുതിയത് വെച്ചതാണ്. ഇവിടെ കണ്ടില്ലേ, തുല്യത. അത് നിയമമൊക്കെ സന്തോഷമായി കണ്ടിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. വിശപ്പ് കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ല, പെട്ടെന്ന് കഴിക്കുകയായിരുന്നു. ഇനി ഞങ്ങൾ കഴിഞ്ഞു, റെസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ KD4 പോയി നോക്കട്ടെ. മോശമല്ലേ KD4 കയറിയില്ല എന്ന് പറഞ്ഞാൽ. അവിടെ ഇങ്ങനെ KD4 ഒന്ന് പോയി നോക്കുകയാണേ. ഒന്ന് കണ്ടില്ല എന്താ വൃത്തി, എത്ര ജനങ്ങളിവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു വൃത്തികേടോ ഒന്നുമില്ല. അതാണ് എനിക്ക് ഭയങ്കര ഇവിടുത്തെ വൃത്തി കാണുമ്പോഴാണ്. ഒരു വൃത്തികേടൊന്നുമില്ല. നോക്കിയേ, ഒരു പൊടി പോലില്ല കാണാൻ. അത്രക്കും സാറാണ്. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ നടന്ന് KD4 കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. KD4 കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് വരികയാണ്. നമുക്ക് നോക്കട്ടെ എന്തെങ്കിലും പറ്റിയതുണ്ടോ. അങ്ങനെ ഞങ്ങൾ KD4 എത്തിയിരിക്കുന്നു. ഷാലുട്ടൻ കോട്ട എടുക്കാൻ പോയിട്ടുണ്ട്. കോട്ടയും ബട്ടിയും.
ഇതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഇപ്പം നിങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ പയർ ഉപ്പിലിട്ടത്. അതാണ് പയർ മുറിച്ച് ഉപ്പിലിട്ടത്, പയർ മുറിക്കാതെ ഉപ്പിലിട്ടത്, പട്ടാണിക്കടല ഉപ്പിലിട്ടത്. ഉപ്പിലിട്ടതല്ല ഇനി. പിന്നെ ആരും കൊല്ലാൻ വരരുത് കേട്ടോ. ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ പറഞ്ഞു എന്നുള്ളതുണ്ടോ. ഇത് വെച്ചാറല്ലേ ഏത് ഭംഗി ഒന്ന് വേണോ. സൈതൂൻ, ഇത് സൈത്തൂനല്ലേ. അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങളിനി വീടണയാൻ പോവുകയാണ്. കൂടണയട്ടെ, ടൈം ഒരുപാടായി. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.